നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന എങ്ങനെയെങ്കിലും തിരികെ വീട്ടിലേക്ക് തിരികെ പോകണം, ആ ഒരു ചിന്ത മാത്രം ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇറക്കി വിട്ടെന്ന് പറഞ്ഞാലും തന്നെ അങ്ങനെ ഒഴിവാക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. മീര പറഞ്ഞു, ഇപ്പൊ നീ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ പപ്പും പൂടാൻ പറിച്ചെടുക്കും. നിന്റെ ആന്റി എല്ലാരും കൂടെ ചേർന്നിട്ട് അതിനെന്താണെങ്കിലും നീ മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദിവസങ്ങൾ കഴിയുന്തോറും പ്രശ്നം രൂക്ഷമായിട്ടിരിക്കും. ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, സുധിയെ ആദ്യം കയ്യിലെടുക്കണം. സുധി എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. സുധിയെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ ഷോപ്പിലേക്ക് ചെല്ലാം. എടി, നീ ഷോപ്പിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ സുധി നിന്നെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലോ, സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിലോ? സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ വേണമെങ്കിൽ നിന്റെ അങ്കിളിനെ ഒന്ന് കാണാം. രവീന്ദ്രൻ ഞങ്ങളെ കണ്ടെന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, അത് നല്ല കാര്യമാണ്, പക്ഷെ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. എടി, നിനക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്നെ കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ഉള്ളൂ. ഞാൻ വേണേ ഒന്ന് സംസാരിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ എന്ത് ചെയ്തു? രവീന്ദ്രൻ നടക്കാൻ പോണ സമയത്ത് മീര രവീന്ദ്രനെ കാണാനിട്ട് വരുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയാം. അങ്കിളെ, അവൾക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് അവളെ അവിടെ നിന്ന് അടിച്ചിറക്കി വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പാവം അവളെ ആ വീട്ടിലേക്ക് തിരികെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രനോട് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അവള് പാവാണോ അല്ലയോ അതൊന്നും എനിക്കറിയില്ല, പക്ഷെ അവള് ചെയ്ത ചതിയുണ്ടല്ലോ, അത് ആ കുടുംബത്തിൽ ആർക്കും പെട്ടെന്ന് സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും പറ്റുന്ന കാര്യമില്ല. ചന്ദ്രമതി അവളെ മരുമകളായിട്ടല്ല, മകളായിട്ടാണ് ഉള്ളം കയ്യിലോ കൊണ്ടുനടന്നിരുന്നേ. അങ്ങനെയുള്ള ചന്ദ്രമതിക്കിട്ട് പണി കൊടുത്ത് ഈ പറയുന്ന ഞാനൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല വലിയ കോടീശ്വരയായ മരുമോള് സുധിയുടെ ഭാര്യയായിട്ട് വരണം എന്നുള്ളത്. ഒരിക്കലും കള്ളത്തരം പറഞ്ഞ് കയറി വരുന്ന ഒരു മരുമോളെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ആർക്ക് സാധിക്കില്ല. അവൾ എന്ത് കള്ളത്തരാ പറഞ്ഞ് പോരാത്തിന് ഇളയച്ചനാന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ കൊണ്ടുവന്ന് ഇത്രയും കാലം ഞങ്ങളെ അതിവിദഗ്ധമായിട്ട് പറ്റിക്കുക. ഞങ്ങളൊക്കെ എന്താ പൊട്ടന്മാരാന്നാണ് വിചാരിച്ചിരുന്നേ? ഒരു കാലത്തും പിടിക്കപ്പെടില്ലെന്ന് മനസ്സിലായോ? പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞ പോലെ അതേ കാലം ഒന്നും കള്ളത്തരം കാണിച്ച് പിടിച്ചിരിക്കാണ്ട് ആർക്ക് സാധിക്കില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ഒരു രീതിയിൽ അത് പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു. അതിന്റെ ഭവിഷ്യത്ത്, അതിന്റെ അനന്തരഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതായിരിക്കും. മീര പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാം അങ്കിളെ, പക്ഷെ അവള് പാവ, അവളുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവൾക്കൊരു അബദ്ധം പറ്റി, ഒന്ന് ക്ഷമിച്ചുകൂടെ അങ്കിളെ? ഒന്നുമല്ലേ, ഒരു പെൺകുട്ടിയല്ലേ? സുധയുടെ അവളുടെ കല്യാണം കഴിഞ്ഞല്ലേ? അതെ, എന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചന്ദ്രമതിയുടെ സ്വഭാവം അറിയാലോ, ചന്ദ്രമതിയെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ സുധി അവൻ അവളെ ഭാര്യയായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കങ്ങനെ വിളിച്ചോണ്ട് പോകാൻ പറ്റില്ല. അവളെ വിളിച്ചോണ്ട് എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചന്ദ്രമതി അവിടെ ഇരിക്കില്ലെന്നാ പറയുന്നത്. ചന്ദ്രമതി അടങ്ങിയിരിക്കില്ല എന്ന് എനിക്കറിയാം. ചന്ദ്രയുടെ സ്വഭാവം എന്നെക്കാളെ നന്നായിട്ട് ഈ ശ്രുതിക്ക് അറിയാവുന്നതല്ലേ? എന്നിട്ടാണോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തേ? അങ്ങനെ മീര കയ്യെ കാലെ പിടിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ രവീന്ദ്രന് അതിന് ഒന്നും മറുപടി പറഞ്ഞില്ല. കാരണം രവീന്ദ്രൻ അറിയാൻ താൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ചന്ദ്രമതി സമ്മതിക്കില്ല എന്നുള്ള കാര്യം. ഒടുവില് മീര പോയി ശ്രുതിയോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ സംസാരിച്ചിട്ട് നിന്റെ അങ്കിള് ആ വഴിക്ക് വരുന്ന ലക്ഷണം കാണുന്നില്ല. ശ്രുതി പറഞ്ഞു, ഞാൻ തന്നെ പോവാം ശ്രുതിയെ കാണാനായിട്ട്, ശ്രുതിയോട് പോയി സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് സച്ചി എന്ത് ചെയ്തു? രാവിലെ ഓട്ടം പോകാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാതെ പോയത്. സച്ചി ഒരു ഹോട്ടലിൽ കയറി അങ്ങനെ ഫുഡിന് ഓർഡർ ചെയ്തിരിക്കുക. ആ സമയത്ത് സച്ചിയുമായിട്ട് ഏറ്റുമുട്ടിയ പോലീസുകാരൻ അരുൺ അവിടെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അയാളോടെ കഴിക്കാണ്ടിരിക്കുക. ആ സമയം ദേവു വിളിക്കുന്നേ. അങ്ങനെ ദേവുവിനോട് സംസാരിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിയെ വന്നിരിക്കുന്നുണ്ട്. സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അയാൾക്ക് ദേഷ്യമായി. ഇവൻ കാരണം താൻ കുറെ നാണം കെട്ടതാ. അപ്പോഴേക്കും ദേവി ചോദിച്ചു, അല്ല എന്ത് ഫുഡാ കഴിക്കണം എന്നൊക്കെ ചോദിക്കണം. കഴിച്ചോണ്ടിരുന്ന, പക്ഷേ ഇപ്പൊ ആണ്ട് ഒരുത്തൻ വന്നിരിക്കുന്നു, അവന്റെ തിരുമോന്ത് കണ്ട കഴിക്കാൻ തോന്നത്തില്ല, അറപ്പാവൂന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ദേവിച്ചു, അതാരാ? അതൊക്കെ ഉണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ നിന്നോട്, ഒരുത്തന് അവനാന്ന് പറഞ്ഞു. ദേവുവിന് പക്ഷെ സച്ചി എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. അപ്പോഴേക്കും സച്ചി അവനെ നോക്കി. ഈ സമയത്ത് അവൻ പറഞ്ഞു, അവൻ എന്റെ മുന്നിലേക്ക് തന്നെ വന്ന് പെട്ടു. അവന്റെ തിരുമോന്തി ഒന്ന് കണ്ടാലും മതി, കഞ്ഞിക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ടോട്, സാറേ വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ആ സമയം ആരും എഴുന്നേറ്റ് പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കിയാൽ നീ എന്ത് ചെയ്യൂടെന്ന് ചോദിച്ചു. സാറേ വെറുതെ വേണ്ട, നീ ഒന്ന് പോടാ ചെക്ക അവിടുന്ന്. നീ ആരാന്ന് നിന്റെ വിചാരം? ഒരു തവണ നീ എനിക്കിട്ട് പണി തന്നു, പക്ഷേ ഈ തവണ നീ എന്റെ പിടിയിൽ നിന്ന് രക്ഷോട്ട് പോകാൻ പോകുന്നില്ലടാ. ഈ അരുൺ ആരാന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല, ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അതേ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. സാറ് പറയുന്ന ഓരോ വാക്കുകളുണ്ടോ, തിരിച്ചെടുക്കാൻ പറ്റില്ല. സാറിന്റെ വായിരുന്ന് വീഴുന്ന ആ വാക്കാണ് സാറിന് എപ്പോഴും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്, അറിയാലോ. മാന്യമായിട്ട് സംസാരിച്ചാൽ കൊള്ളാന്ന് പറഞ്ഞു. മാന്യമായിട്ട് സംസാരിച്ചില്ല നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു,
സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വരും. ഭയങ്കര ഒന്ന് പ്രതികരിക്കടാന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിയെ ചൊടിപ്പിക്കാനായിട്ട് വീണ്ടും വൃത്തികെട്ട രീതിയിലുള്ള സംസാരം അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. പോലീസുകാരെ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള സംസാരമൊക്കെ. പിന്നെ സച്ചു ഒന്നും നോക്കില്ല, കോളറോണ് കയറി പിടിച്ചു. കണ്ടോ, ബലമായിട്ട് പിടിച്ചിട്ട് ഒറ്റ വീടിലും അങ്ങോട്ട് വിട്ട് കഴിയുമ്പോഴത്തേനും അവൻ വീഴാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ ആ പിടിച്ചെടുത്തോളം ഭാഗം ആ തോളല്ലേ അങ്ങോട്ട് ആ ഡ്രസ്സ് ആ ഷർട്ടിന്റെ ആ ഒരു ഭാഗം കൊണ്ട് കീറി വന്നു. സച്ചി എന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നോണം, കേട്ടല്ലോ, ക്ഷമിക്കുന്നോറും തലേ കയറി ഇറങ്ങുന്നോ. ഞാൻ അങ്ങോട്ടേക്ക് ഒരു പ്രശ്നത്തിനും വന്നിട്ടില്ല, പക്ഷെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അരുൺ ശരിക്കും നാണം കിട്ടുപോയി. അങ്ങനെയാണ് അരുൺ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അരുണിന്റെ അമ്മ ചോദിച്ചു, ഇതെന്താടാ, ഇതെന്ത് പറ്റി, നിന്റെ ഷർട്ടൊക്കെ കീറിയിരിക്കണേ? ഒന്നുമില്ല. എന്താടാ മോനെ, എന്തേലും പ്രശ്നം ഉണ്ടായോ? ഞാൻ അമ്മയോട് മുമ്പ് പറഞ്ഞിട്ടില്ല ഒരുത്തനുമായിട്ട്. അവൻ വീണ്ടും വന്നു. എടാ, ആ ഷർട്ടും കൂടി ഉരുത്താ, ഞാനത് തയ്ച്ചുതരാം. വേണ്ടമ്മേ, ഈ ഷർട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചേരെ. ആ മടത്തിപ്പറമ്പിൽ ഇങ്ങനെ സ്റ്റേഷനിൽ ഞാൻ ഇരുന്ന സമയത്ത് ഒരുത്തനുണ്ടായിരുന്നു. ഒടുവില് എന്നെ ഇതുപോലെ അവനൊന്ന് ചാമ്പി, ഞാൻ വിട്ടില്ല. അവസാനം ഇപ്പൊ അവൻ എഴുന്നേക്കാൻ വരാതെ കിടക്കുക. അതുപോലെ തന്നെ ഇവനെ ഞാൻ ആക്കും. എന്നിട്ട് അമ്മ ആ ഷർട്ട് തുന്നിയാ മതി എന്ന് പറഞ്ഞു. അവിടെ എടുത്തു വെച്ചേക്കാൻ പറഞ്ഞു. പക്ഷെ സച്ചി ആരാ എന്താണെന്നൊന്നും അരുണും അറിയത്തുണ്ടായിരുന്നില്ല. ഈ പറയുന്ന അരുണും ദൈവം തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം സച്ചിക്കും അറിയത്തുണ്ടായിരുന്നില്ല. അരുണിന്റെ അമ്മയ്ക്കാണ് ഭയങ്കര വിഷമമായിരുന്നു. തന്റെ മോൻ ചെല്ലുന്നിടത്തൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആണല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഇതേ സമയത്ത് ശ്രുതി രണ്ടും കൽപ്പിച്ച് ശ്രുതിയെ കാണാനായിട്ട് ഷോപ്പിലേക്ക് ചെല്ലുന്നുണ്ട്. ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രുതി കുറെ തിരക്കിലായിരുന്നു. ശ്രുതി കസ്റ്റമേഴ്സിനൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് ഇങ്ങനെ വിസ്തീരിച്ചുകൊണ്ടിരിക്കണം. ശ്രുതി അങ്ങോട്ട് ചെന്ന് അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രുതി അവിടെ നിൽക്കുന്നത് കണ്ടു. പിന്നീട് ശ്രുതി വരുന്നോടം വരെ ശ്രുതി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതി വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി അവിടെ നിൽക്കുന്നോട്, നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. ശ്രുതി, എനിക്ക് ശ്രുതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, മര്യാദയ്ക്ക് നീ പോകാൻ നോക്ക്. ആരോട് ചോദിച്ചിട്ടാ നീ ഇങ്ങോട്ടേക്ക് വന്നേ? അമ്മയെങ്ങാനും ഇങ്ങോട്ടേക്ക് വന്ന് കണ്ടാണ്ടല്ലോ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. പ്ലീസ് ശ്രുതി, ഞാനൊന്ന് പറയുന്ന കേൾക്ക്. എനിക്ക് പറയാനുള്ള കാര്യം കേട്ട്. വേണ്ട, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ വെറും മണ്ടനാന്നാ? ഞാൻ വെറും മണ്ടനായതുകൊണ്ട് നിന്റെ മുന്നിൽ എല്ലാത്തിനും തല ഉനിക്കുന്ന എല്ലാം ശരി വെച്ചെന്നാ? ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നീ എന്തൊക്കെ എൻ്റെ അടുത്ത് കാണിച്ചേ? ഇളയച്ചനാന്നും പറഞ്ഞു ഒരുത്തനെ കൊണ്ട് അഭിനയിപ്പിക്കുക, പിന്നെ എല്ലാവരുടെ മുന്നിൽ, വീട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കിടുക. നിനക്ക് എങ്ങനെ തോന്നി ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ഒന്നുമല്ലെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവല്ലായിരുന്നോ? നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? അപ്പോഴേക്ക് ശ്രുതി എൻ്റെ അടുത്ത അടവെടുത്തു പൊട്ടിക്കരയുവാണ്. ശ്രുതി, എന്നോട് ക്ഷമിക്കുക, എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. എനിക്ക് ശ്രുതിയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ശ്രുതിയെ നഷ്ടപ്പെടുമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ശ്രുതി അത്രയ്ക്ക് ജീവനായതുകൊണ്ടാ, അല്ലായിരുന്നു ഞാൻ ഒരിക്കലും അങ്ങനെയും ചെയ്യില്ലായിരുന്നു. ശ്രുതിയുടെ എല്ലാ കളർത്തരത്തിലും ഞാനും കൂട്ടു നിൽക്കുന്നതല്ലേ? എന്തുകൊണ്ടാ? എനിക്ക് ശ്രുതി അത്ര ഇഷ്ടമായതുകൊണ്ടാ. ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ശ്രുതിയുടെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ഭയന്നു, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി ഇവിടെ നിൽക്കണ്ട, മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ശ്രുതി, ഞാൻ വേണേ കാല് പിടിക്കാം. കാല് പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നീ എൻ്റെ അമ്മയോട് പോയി ചോദിക്കും. അമ്മ പറയുന്ന പോലെ ഞാൻ അനുസരിക്കുള്ളൂ, അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് കാല് പിടിച്ചിട്ടൊന്നും കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഇറക്കി വിടുവാണ്. അങ്ങനെ നാണം കെട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവുക. അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.